താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന് ബോളിവുഡ് തന്റെ കൈക്കുള്ളിലാക്കിയ ഒരു രാജാവ്, ദ കിങ്, ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി ഷാരൂഖ് ഖാൻ. ബോളിവുഡിലെ അനിഷേധ്യ രാജാവായി മാറാനുള്ള അദ്ദേഹത്തിന്റെ യാത്ര കേവലം ഭംഗിയുള്ളതിനേക്കാൾ വളരെ ആഴമേറിയ ഒരു കഥയാണ്. ഡൽഹിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഷാരൂഖ് ഖാന്റെ ആദ്യകാല ജീവിതം ബുദ്ധിമുട്ടുകളും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കവും നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടെങ്കിലും നാടകത്തിലും കഥാപ്രസംഗത്തിലും ആശ്വാസം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കഴിവ് അനിഷേധ്യമായിരുന്നു. എന്നിട്ടും താരപദവിയിലേക്കുള്ള വഴി വളരെ അകലെയായിരുന്നു. തിരസ്കരണവും വേഷങ്ങളെ വില കുറച്ചും കണ്ട സ്വപ്നങ്ങളും തുച്ഛമായ ഷൂട്ട്കേസുമായാണ് അദ്ദേഹം മുംബൈയിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ തിരസ്കരണങ്ങൾ തന്നെ നിർവചിക്കാൻ ഷാരൂഖ് ഖാൻ അനുവദിച്ചില്ല. എല്ലാ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം തന്റെ കരകൗശലത്തെ സാമർഥ്യമാക്കി. ഒടുവിൽ ടെലിവിഷനിൽ തന്റെ ചുവട് പിടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനോഹാരിതയും വിവേകവും പ്രേക്ഷകരിൽ പ്രതിനിധീകരിച്ചു. അദ്ദേഹത്തെ ഒരു വീട്ടുപേരാക്കി. സിനിമയിലേക്കുള്ള കുതിപ്പ് അനിവാര്യമായിരുന്നെന്ന് അദ്ദേഹത്തിന് തോന്നി. 1992 അദ്ദേഹം ബോളിവുഡ് ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു യാത്ര ആരംഭിച്ചു. ഡാർ, വസീകർ തുടങ്ങിയ ചിത്രങ്ങളിൽ തന്റെ അഭിനയ മികവ് അദ്ദേഹം പ്രകടമാക്കി. നായകന് വിരുദ്ധ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രാരംഭ വിജയം. എന്നിരുന്നാലും 1995 പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയായിരുന്നു അദ്ദേഹത്തെ യാഥാർത്ഥ്യത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ പാരമ്പര്യത്തിന്റെയും ആഗോള അഭിലാഷങ്ങളുടെയും പശ്ചാത്തലത്തിലുള്ള കാലാതീതമായ പ്രണയകഥയായ ഈ ചിത്രം തലമുറകളിലൂടെയുള്ള പ്രേക്ഷകരിൽ പ്രതിധ്വനിക്കുകയും റൊമാൻറ്റിക് നായകൻ എന്ന നിലയിൽ ഷാരൂഖിന്റെ പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. ദിൽ തോ പാഗൽ ഹേ, കുച്ച് കുച്ച് ഹോത്താ ഹേ, കഭി ഖുഷി കഭി ഗം എന്നിങ്ങനെയുള്ള ഐക്കോണിക് ചിത്രങ്ങളുടെ ഒരു നിരയിലൂടെ അദ്ദേഹം ഈ വിജയത്തെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ മനോഹാരിത അതിരുകൾക്കപ്പുറം ഇന്ത്യ മുതൽ മിഡിൽ ഈസ്റ്റ് വരെയും ഇതിനപ്പുറവും വ്യാപിച്ചു കിടക്കുന്ന ആരാധകരുള്ള ഒരു ആഗോള പ്രതിഭാസമായി അദ്ദേഹത്തെ മാറ്റി. എന്നാൽ ഒരു റൊമാൻറ്റിക് ഹീറോയിൽ മാത്രം തൃപ്തനായിരുന്നില്ല ഷാരൂഖ് ഖാൻ. ചക് ദ ഇന്ത്യ, സ്വദേശ് പഹേലി തുടങ്ങിയ സിനിമകളിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അതിരുകൾ ഭേദിച്ചുകൊണ്ടേയിരുന്നു. തന്റെ അഭിനയാഴവും വൈവിധ്യവും പ്രകടമാക്കിക്കൊണ്ടിരുന്നു. സാമൂഹിക ആവശ്യങ്ങൾക്കായി വാദിക്കാനും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കാനും തന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അദ്ദേഹം ഒരു നിർമ്മാതാവും ടെലിവിഷൻ അവതാരകനും മനുഷ്യ സ്നേഹിയുമായി. തന്റെ യാത്രയിലൂടെ വ്യക്തിപരമായ ദുരന്തങ്ങൾ മുതൽ വ്യവസായ വിവാദങ്ങൾ വരെയുള്ള വെല്ലുവിളികളുടെ ന്യായമായ പങ്ക് ഷാരൂഖ് നേരിട്ടു. എങ്കിലും അവൻ ഓരോ തവണയും ശക്തനായി ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയും അചഞ്ചലമായ ശുഭാപ്തി വിശ്വാസവും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. തന്റെ യാത്രയിലൂടെ വ്യക്തിപരമായ ദുരന്തങ്ങൾ മുതൽ വ്യവസായ വിവാദങ്ങൾ വരെയുള്ള വെല്ലുവിളികളുടെ ന്യായമായ പങ്ക് ഷാരൂഖ് നേരിട്ടു. എങ്കിലും അവൻ ഓരോ തവണയും ശക്തനായി ഉയർന്നു വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയും അചഞ്ചലമായ ശുഭാപ്തി വിശ്വാസവും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ഇന്ന് ഷാരൂഖ് ഖാൻ ഒരു ബോളിവുഡ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ഒരു സാംസ്കാരിക ഐക്കണും ആഗോള അംബാസഡറും കൂടിയാണ്. കഠിനാധ്വാനത്തിന്റെയും കഴിവിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ശക്തിയുടെയും തെളിവാണ് അദ്ദേഹത്തിന്റെ കഥ. ഏറ്റവും സാധാരണമായ തുടക്കങ്ങൾ പോലും അസാധാരണമായ നേട്ടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഷാരൂഖ് ഖാന്റെ ബഹുമുഖ കഥയിലേക്കുള്ള ഒരു ചെറിയ കഥ മാത്രമാണ്. എഴുതപ്പെടാൻ കാത്തിരിക്കുന്ന പുതിയ അധ്യായങ്ങളുമായി അവന്റെ യാത്ര വികസിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കിങ് ഖാന്റെ പൈതൃകം എന്നേക്കുമായി ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ പ്രകാശിപ്പിക്കുകയും അഭിലാഷമുള്ള സ്വപ്നക്കാരുടെ യുവതലമുറകളെ നക്ഷത്രങ്ങളിലേക്ക് എത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും.